ചേച്ചിയെ കാണാനില്ലല്ലോ. കല്യാണമല്ലേ മോളെ, ഒരുങ്ങായിരിക്കും. നമുക്കിത് എങ്ങനെ ചെയ്യാൻ തോന്നി നമ്മളോട്? കരയാതെ മണി, നമ്മുടെ മോളുടെ കല്യാണം ഇങ്ങനെ കാണാനായിരിക്കും നമുക്ക് വിധി. അളിയാ, ഇത്രയും ഗതികെട്ട ഒരു അച്ഛനും അമ്മയായിപ്പോയില്ല ഞാനും മണി. കരയാതളിയ. ചേച്ചിയുടെ കല്യാണത്തിന് ഇടാൻ വേണ്ടിട്ട് ഒരുപാട് ലാച്ചകൾ നോക്കി വെച്ചൊക്കെയായിരുന്നു ഞാൻ. അതൊക്കെ ഇപ്പൊ ആരെ കല്യാണത്തിനിടും മാമ? അളിയ, കണ്ണു തുടയ്ക്കാൻ, കണ്ണു തുടയ്ക്കാൻ. എന്താ എല്ലാരും എന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്ന? ഓ, ഇന്ന് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? എന്റെ മോളിപ്പോ നല്ല സുന്ദരിയായിരിക്കുന്നു. നീ സാരി ഉടുക്കാത്തത്? സാരിയോ? എന്തിന്? ഇത് എന്നെ ഇപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഈ സാരിയൊക്കെ ഉടുക്കാൻ ഭയങ്കര മെനക്കേണം. അനുഗ്രഹിക്കളിയ. ദീർഘസുമംഗലിയോ. എന്ത് പറ്റി എല്ലാവർക്കും ഇങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, ഒന്നുമില്ല ചേച്ചി. ഒന്നുമില്ലേ? എന്നാ ഞാൻ പോയിട്ട് വരാം. ഇതെന്ത് ഷോ? ഓ, നിനക്കിപ്പോ ഇതൊക്കെ ഷോ ആണല്ലേ? എന്തോടി നീ പറയണേ? മോളെ പൊന്നുപോലെ നോക്കി വളർത്തിയ അച്ഛനെയും അമ്മയും മാമനെയൊക്കെ വിട്ടിട്ട് മോള് പോവാണല്ലേ? ആവശ്യം വന്നാ എനിക്ക് പോയല്ലേ പറ്റുള്ളൂ. ഓ, എന്നാടി നിനക്ക് സ്വന്തം ആവശ്യങ്ങളൊക്കെ വന്നേ? വളർത്തി വലുതാക്കി ഞങ്ങളെ വിട്ടിട്ട് എവിടുന്നോ കണ്ട് ചിരിച്ചു കാണിച്ചൊരു ചെറുക്കനോട് നിനക്ക് പോകാൻ തോന്നണല്ലോ. എവിടുന്നാ കണ്ട് എന്തോന്നൊക്കെ പറയണേ നിങ്ങള്? ഏവന്റെ കൂടെ? അല്ല മോളെ, മാമൻ ഇതുവരെ നിന്നോടൊരു മാമനെ പോലെയാണോ പെരുമാറിയിട്ടുള്ളത്? ഒരു കൂട്ടുകാരനെ പോലെയല്ലേ? എന്നോടെങ്കിലും ഒരു വാക്ക് നിനക്ക് പറയാമായിരുന്നു. എന്ത് വാക്ക് പറയായിരുന്നു മാമ? നിങ്ങൾക്കൊക്കെ ഭ്രാന്ത് പിടിച്ച പരസ്പര ബന്ധമില്ലാതെ ഓരോ കാര്യങ്ങൾ പറയുന്നത്? കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? മോളെ, ഞങ്ങളെ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചല്ലേ നീ ഇപ്പം പോയി രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോണത്? രജിസ്റ്റർ മാരേജാ? ഞങ്ങളെല്ലാം അറിഞ്ഞു മോളെ. ഒരു കാര്യം ചെയ്, മക്കൾ ചെന്ന് അയാളോട് കൊണ്ട് വരാൻ പറ. അവൻ ആരായിരുന്നല്ലോ ഞങ്ങൾ നടത്തി തരാം. അയ്യേ അമ്മ, മാമ, ഈ അച്ഛൻ എന്തൊക്കെ വിളിച്ചു പറയുന്നേ? നിനക്ക് മനസ്സിലായില്ലേ? അവൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ. ഞാൻ ഏവനെ വിളിച്ചോണ്ട് വരണോന്ന്? ചേച്ചി രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോണ ചേട്ടനില്ലേ, ആ ചേട്ടനെ ഇങ്ങ് വിളിച്ചോണ്ട് വരാൻ. പെണ്ണെ, അനാവശ്യം പറഞ്ഞല്ലേ? കഴുത്തിന് കുത്തി ഞാൻ പുറത്താക്കും നിന്നെ. ഓ, നിനക്ക് അനാവശ്യം കാണിക്കാം. നമ്മൾ പറഞ്ഞതായി കുറ്റം. ഞാൻ എന്ത് അനാവശ്യം കാണിച്ചു നിങ്ങൾ പറയുന്നേ? ഞാൻ ആരോട് ഒളിച്ചോടി പോകുന്നുമില്ല, ആരുമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുമില്ല. അച്ഛാ, മാമ, ഞാൻ അങ്ങനെ നിങ്ങളുടെ ഇറങ്ങിമോൾ അങ്ങനെ ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ നീ എങ്ങോട്ട് പോണ്? ഇന്ന് എന്റെ ഫ്രണ്ട് പുതിയ വണ്ടി എടുത്തു, അതിന്റെ രജിസ്ട്രേഷൻ ആണ്. അതിന്റെ രജിസ്ട്രേഷൻ ഇന്ന്. അതിന് നീ ഇത്ര വേഷം കെട്ടി പോണെന്തിന്? അതമ്മ, എന്റെ കൂട്ടുകാരെല്ലാരും കൂടി എന്നെ കളിയാക്കി. ഞാൻ ആണുങ്ങളെ പോലെയാണ് നടക്കുന്നതെന്ന്. അപ്പൊ ഒരു ചേഞ്ചിന് വേണ്ടി ഇന്നൊന്ന് നന്നായിട്ട് ഒരുങ്ങിയതാണ്. അതായിരുന്നാ നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ച് ധരിപ്പിച്ചെന്ന് പറയാം. നിനക്കുള്ള ഞാൻ ബാക്കി പിന്നെ തരാം. ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ദേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്റെ കൊച്ചു പ്രേമത്തിലൊന്നും പോയി ചാടൂല. അപ്പോഴാണ് ഇങ്ങനെ ഒടുക്കത്തെ സംശയം. എന്തോന്നളിയായി ഇത്? ഒരു പെങ്കൊച്ച് ഒരുങ്ങി വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഉടനെ രജിസ്റ്റർ മാരേജിന് പോവാണ്, ഒളിച്ചോടാൻ പോവാൻ. അയ്യയ്യയ്യ, ഇനിയെങ്കിലും നിർത്തിക്കൂട്ടാളിയാ. എന്താ അച്ഛാ, ഇത് വളരെ മോശമാണ് കേട്ടോ. ഇപ്പൊ ഞാനല്ല, ഇപ്പൊ പറയും ഞാനാന്ന്. അളിയാ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇനി മേലെ ഈ പെങ്കൊച്ചുങ്ങളെ ഇതും പറഞ്ഞോണ്ട് എന്തെങ്കിലും പറഞ്ഞാല് എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. അച്ഛാ, ഞാൻ പോണു. മോളെ, അത് നിങ്ങളെ ചായ ഉണ്ടെങ്കിലേ ഒന്ന് എടുത്തു വെക്ക്. ഇനിയിപ്പോ ഇവിടെ നിന്നാലേ ശരിയാകത്തില്ല. ചേട്ടൻ വാ, ഞാൻ ചായ ഇട്ട് തരാം.